നമസ്കാരം. പ്രധാന വാർത്തകൾ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഓഫീസിലേക്ക് ബി.ജെ.പി. മാർച്ച്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ആവശ്യപ്പെട്ട് ഓഫീസിലേക്ക് ബി.ജെ.പി. മാർച്ച്. ബി.ജെ.പി. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ബാരിക്കേഡ് മറിച്ചിടാൻ പ്രവർത്തകർ ശ്രമിച്ചു. സമാധാനപരമായ പ്രതിഷേധത്തെ പോലീസ് അടിച്ചമർത്തുന്നുവെന്ന് ബി.ജെ.പി. പ്രവർത്തകർ വ്യക്തമാക്കി. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. രാഹുൽ മാങ്കൂട്ടത്തെ മണ്ഡലത്തിലേക്ക് വന്നാൽ തടയുമെന്ന് ബി.ജെ.പി. നേതാക്കൾ വ്യക്തമാക്കി. രാഹുൽ മാങ്കൂട്ടത്തിലെ ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുക്കാൻ സമ്മതിക്കില്ലെന്ന് ബി.ജെ.പി. നേതാവ് സി കൃഷ്ണകുമാർ പറഞ്ഞു. പുന്നമടക്കായലിൽ ആവേശ തിരകളുയർത്തി 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിക്ക് തുടക്കമായി. 21 ചുണ്ടൻ വള്ളങ്ങൾ ഉൾപ്പെടെ ആകെ 75 വള്ളങ്ങളാണ് ഇത്തവണ ജലമേളയിൽ മാറ്റുരയ്ക്കുന്നത്. 2 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് അധ്യക്ഷത വഹിച്ചു. സിംബാബ്വെ ഡെപ്യൂട്ടി മന്ത്രി രാജേഷ് കുമാർ കൂടാതെ മന്ത്രിമാരും ജനപ്രതിനിധികളുമടക്കം നിരവധി പ്രമുഖർ മത്സരം കാണാൻ പുന്നമടയിലെത്തി. ഓളപ്പരപ്പിലെ വേഗരാജാവ് ആരാണെന്നറിയാനുള്ള ആകാംക്ഷയിലാണ് വള്ളംകളി പ്രേമികൾ. കണ്ടത് അമ്മ ജോലി കഴിഞ്ഞ് മടങ്ങിയെത്തിയപ്പോൾ 14കാരി വീട്ടിൽ ജീവനൊടുക്കിയ നിലയിൽ. ചുരക്കുളം പുതുവലിൽ ആളൂർ ഭവനിൽ രാജേഷിന്റെ മകൾ റോഷിനിയാണ് മരിച്ചത്. 14 വയസ്സായിരുന്നു. തൊഴിലുറപ്പ് ജോലിക്ക് പോയി ഉച്ചയ്ക്ക് വീട്ടിലെത്തിയ അമ്മയാണ് കുട്ടിയെ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. വണ്ടിപ്പെരിയാർ പോലീസിന്റെ മേൽനടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. കുമളി വെള്ളാരംകുന്ന് സെയിന്റ് മേരീസ് സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. മത്സരിച്ച് മദ്യപാനം. +2 വിദ്യാർത്ഥിയെ ICUവിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെയാണ് +2 വിദ്യാർത്ഥികൾ സുഹൃത്തുക്കൾക്കൊപ്പം ചേർന്ന് മദ്യപിച്ചത്. കുട്ടി കുഴഞ്ഞു വീണപ്പോൾ ഒപ്പമുണ്ടായിരുന്ന വിദ്യാർത്ഥികൾ ഓടി. ഒരു സുഹൃത്ത് മാത്രം സ്ഥലത്ത് നിന്നു. ഈ കുട്ടിയാണ് മ്യൂസിയം പോലീസിനെ വിവരമറിയിച്ചത്. പോലീസാണ് സ്ഥലത്തെത്തി വിദ്യാർത്ഥിയെ ആംബുലൻസിൽ ആശുപത്രിയിലെത്തിച്ചത്. വിവിധ സ്കൂളുകളിലെ കുട്ടികൾ ചേർന്നാണ് മദ്യപിച്ചത്. ആൽത്തറയിലെ ആളൊഴിഞ്ഞ വീട്ടിലായിരുന്നു വിദ്യാർത്ഥികളുടെ ആഘോഷം. നെഹ്റു ട്രോഫി വള്ളംകളിക്കെത്തിയ ചുണ്ടൻ വള്ളം അപകടത്തിൽപ്പെട്ടു. കുമരകം ഇമ്മാനുവൽ ബോട്ട് ക്ലബ്ബ് തുഴയുന്ന നടുവിലെ പറമ്പിൻ വള്ളമാണ് വേമ്പനാട്ട് കായലിൽ കുടുങ്ങിപ്പോയത്. ശക്തമായ കാറ്റിനെ തുടർന്ന് വള്ളം വലിച്ചുകൊണ്ടുവന്നിരുന്ന ബോട്ടിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയായിരുന്നു. ബോട്ടിന്റെ യന്ത്രം തകരാറിലായി ടീം വേമ്പനാട് കായലിൽ കുടുങ്ങുകയായിരുന്നു. അപകടത്തിൽ തുഴച്ചിൽക്കാർക്കാർക്കും പരിക്കില്ല. കുമരകത്ത് നിന്ന് മറ്റൊരു ബോട്ടെത്തിച്ച് പുന്നമടയിലേക്ക് കൊണ്ടുവരികയായിരുന്നു. ചുണ്ടൻ വള്ളത്തിന് ഒരു തരത്തിലുള്ള കേടുപാടുകളും സംഭവിച്ചില്ല.